हुक्म टाइगर का हुक्म எப்படி இருக்கு? சூப்பர், நல்லா இருக்குது. താങ്ക് യു. രജനീകാന്ത് എന്താ പേര്? രാജേഷ്. രാജേഷ്. അയ്യോ എവിടെ സ്ഥലം? അയ്യോ ആ പവറൊക്കെ പോയി. അല്ല അല്ല, അതാദ്യമേ പറഞ്ഞിട്ടാ വന്നത്. ആ, ഇപ്പൊ ഇവിടെ ചാർജ് പോയാ സത്യം. പെട്ടെന്ന് രാജേഷ്. എവിടെയാ ചേട്ടൻ ഞാൻ തല? പെട്ടെന്നൊരു ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നേ. ഇതുപോലെ ഒരു ചാനലിന്റെ ഷൂട്ടിന് ഞാൻ പോവുകയാണ്. അപ്പൊ കുറെ ഫിഗർ പരിപാടി നടക്കുന്നു. അപ്പൊ രജനി സാറിനെ കൊണ്ടുവന്നു. രജനി സാറിനെക്കാൾ വെയിറ്റും ഫുൾ ഇതുമായിട്ടുള്ള ഒരാള് എനിക്ക് ടൈമില്ല നടക്കുന്നതും അങ്ങനെ തന്നെ നടക്കുന്നത്. അപ്പൊ ഒരു പോഷ് വണ്ടി കൊണ്ടിട്ടേക്കാണ്. അപ്പൊ അതിലാണ് പുള്ളിയുടെ ഇൻട്രോ. അപ്പൊ പുള്ളി ഫ്രണ്ടിൽ കയറുമാ ബാക്കിൽ കയറുമാ സാർ മുന്നടിയാ പിന്നാടിയാ ഇല്ല സാർ ഇഷ്ടം പോലെ എവിടെയാണെന്ന് വെച്ചാൽ പിന്നാടി ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ ഇവന്റെ ഈ ജാടയൊക്കെ കണ്ട് ഒറിജിനൽ രജനീകാന്തിന് പോലും ഇത്രയും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തെന്നറിയാം, ഇതിന്റെ ഓട്ടോ റിവേഴ്സ് ഇട്ട് ഇതിലിട്ടിട്ട് ആര് ഈ വണ്ടി കൊണ്ടുവന്ന ആള് ഇത് ഇട്ടപ്പോഴും ഇത് വണ്ടി ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്റെ വീട് എവിടെ? തിരുവനന്തപുരത്ത്. എന്തൊരു ജാടായിരുന്നടാ. അണ്ണാ അവന്റെ വേറെ പറ്റുണ്ട്. ആ രജനീകാന്തിന്റെ അവൻ രജനീകാന്തായിട്ട് സ്റ്റേജിൽ വരും. സ്റ്റേജിൽ വന്നിട്ട് ഒരു ഭയങ്കര ഐറ്റമാണ്. സിഗരറ്റ് എടുത്ത് രാജേഷ് ഇതിന്റെ രാജേഷാണ് പേര്. ആ സിഗരറ്റ് എടുത്ത് വെച്ചിട്ട് ഡ്യൂപ്പല്ല രാജേഷ് ഇങ്ങനെ എടുത്ത് കത്തിക്കും. കത്തിച്ചിട്ട് സിഗരറ്റ് കത്തും. തീപ്പട്ടിയുടെ കവർ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി വീഴും. തീരം വീഴും. അങ്ങനെ ഇവ എന്തല്ല എപ്പോഴും അങ്ങനെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്നു ഫ്രണ്ടില് പെണ്ണുങ്ങളുടെ ഇടയിൽ പോയിരുന്നു. തീപ്പട്ടി എറിഞ്ഞത് ചാടി അങ്ങ് പിടിച്ച് നോക്കി തീപ്പട്ടി തുറന്നപ്പോ അവന്റെ ഫോൺ നമ്പർ എഴുതി മടക്കി എടുത്ത് ഈ പുള്ളിക്കാരൻ രാജേഷ്. എറിഞ്ഞ ആ പറഞ്ഞ രാജേഷ് ഇതാണെന്നാ തോന്നുന്നേ. പേരെന്താ പറഞ്ഞേ? രാജേഷ്. സുരാജ് നിങ്ങളാണോ ആ ചാനലിന്റെ പരിപാടിക്ക് വന്ന്? ഇല്ലില്ല, ഇല്ല എന്റെ ഫസ്റ്റ് പരിപാടിയാണത്. ഒരുപാട് ഡ്യൂപ്പുകൾ കണ്ടിട്ടുണ്ട് രജനി, പക്ഷെ ഈ ഇത്രയും പെർഫെക്റ്റ് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചുമ്മാ പറയാം പ്രസാദിന് ചുമ്മാ ഇഷ്ടം പോലെ ഗ്രൂപ്പിനൊക്കെ പ്രസാദം അല്ല ചുമ്മാതല്ല ഇത് പ്രചോദ നമുക്ക് ഞാൻ കണ്ടപ്പോ തന്നെ ഒരുപാട് നമ്മുടെ ഡ്യൂപ്പുകളൊക്കെ നമുക്ക് അറിയാം, ആരൊക്കെയാണെന്ന് അറിയാലോ നമ്മുടെ കേരളത്തിലുള്ള മറ്റേ സാധനം ഫില്ല് ചെയ്ത് അത് ഫില്ല് ചെയ്തിട്ടുണ്ടായില്ലേ? ഇല്ല അത് കത്തൂല. അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കത്തുള്ളൂ. ഇങ്ങനെ പോവാണെങ്കിൽ ഈ സൈഡിൽ കുറെ തീ കത്തും. ഇത് നമ്മുടെ ടീമാണ്. അത് ഓപ്പോസിറ്റ് ആണ്. സുരാജ് ഒരു മിനിറ്റ് സാധനം എന്തോ ഒരു കോമഡി ഈ പ്രസാദേട്ടനെ രജനീകാന്തിനെ കണ്ടപ്പോ തന്നെ എന്നോട് ചോദിച്ചത് ഇത് പുതിയതാണോ എന്ന് ചോദിച്ചപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി പ്രസാദേട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല ഇയാളാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി മിമിക്രിക്കാരുടെ ഡൂപ്പുകൾ എല്ലാത്തിനും പ്രസാദേട്ടനാണ്. അങ്ങനത്തെ ഒരു ബന്ധം പ്രസാദേട്ടനുണ്ട്. മാത്രമല്ല ഈ മിമിക്രിക്കാർക്ക് അഭിമാനം എന്ന് വെച്ചാൽ മിമിക്രിക്കാരുടെ അപരന്മാര്, അതായത് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലകളിലും മിമിക്രിക്കാർ അവരുടെ അപരന്മാരായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിമിക്രി ലോകത്തു നിന്നും മിമിക്രി സംഘടനയിൽ ഉണ്ടായിരുന്ന മണിയായിരുന്നു അവിടെ പോയി തകർത്തുകൊണ്ടിരുന്നത്. ഇപ്പോ സ്വരാജും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല നാഷണൽ അവാർഡ് വിന്നറാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, സംഗീത അക്കാദമി വിന്നറാണ്, ഗിന്നസ് അവാർഡ് വിന്നറാണ്. മിമിക്രിക്കാരും മോശക്കാരല്ല. പിന്നെ ഞാൻ ആ പട്ടിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയ എന്താണെന്നറിയാം, മനുഷ്യൻ കൊണ്ടു നടക്കുന്ന രണ്ട് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയും പട്ടിയുമാണ്. ഇല്ലേ? പട്ടി പാവപ്പെട്ടവനെയും പണക്കാരനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ പട്ടിയുമായിട്ട് ഒരുത്തൻ നടക്കണ കണ്ടാൽ അവൻ പണക്കാരൻ, പട്ടിയെ പോലെ ഒരുത്തൻ അലഞ്ഞു നടക്കണ കണ്ടാൽ അവൻ പാവപ്പെട്ടവൻ. ഇങ്ങനെയാണ് അതിനാ. പക്ഷെ ഈ പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടി വാലാട്ടും മനുഷ്യനെ എല്ലാത്തിനും തലയാട്ടും. പട്ടിക്കൊരു കൂടുണ്ട്, നമുക്കൊരു വീടുണ്ട്. പട്ടിയും ചങ്ങലക്കെടും. ചില സമയത്ത് നമ്മ കയ്യിൽ നിന്ന് പോയാൽ നമ്മളെയും ചങ്ങലക്കെടും. നമ്മളും വീടിന് കാവലാണ് വയസ്സാങ്കാലത്ത്, പട്ടിയും വീടിന് കാവലാണ്. പിന്നെ എന്താണ് ഈ പട്ടീനെ കടിക്കണേന്ന് ചോദിച്ചാൽ അങ്ങനെ അത്രയും ബന്ധമുള്ള ഒരു പട്ടി ഒരിക്കലും മനുഷ്യനെ കടിക്കാൻ പാടില്ലല്ലോ. നമ്മളെയും പോടാ പട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട്, നായെ പോയി അലയുന്നു എന്നൊക്കെ കുറെ ഉദാഹരണങ്ങളൊക്കെ പറയും. പിന്നെ എന്തുകൊണ്ട് ഈ പട്ടി മനുഷ്യനെ കടിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ ഇഷ്ടമാണ്. പക്ഷേ നന്നായിട്ട് കൊണ്ടു നടന്നാൽ നല്ലതാണ്. മറിച്ച് ഇത് കാണിച്ചു കൂട്ടുന്ന ചെറിയ ഉപദ്രവങ്ങൾ നമുക്ക് നഷ്ടവും ഉണ്ടാക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടു. ഹാർട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് സംഭവല്ലേ പറഞ്ഞത്. സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു. അല്ല, ഏറ്റവും ഇറ്റാവുമ്പോഴാണ് ഇത് പൊങ്ങണത് ഈ പട്ടി. അല്ല, ഏറ്റവും കൈകൂപ്പളത് അതിലുമായിട്ടുള്ള കണക്ഷൻ മാത്രമേ ഇത് ചേട്ടനെടുത്തോ.
നിങ്ങളെടുത്തു. അങ്ങനെയാണോ നിങ്ങൾ ഒരുമിച്ച് മാസായിട്ട് Come on. അവിടെ ചെന്ന് സ്റ്റൈല് കാണിക്കണം ബ്രൗണി. അപ്പൊ സുരേഷ് ചേട്ടാ ഒരിക്കൽ കൂടി ഒഫീഷ്യലി വെൽക്കം ചെയ്യാണ് നമ്മുടെ ഫാമിലിയിലേക്ക്. ഇനി ഇരുന്ന് നമുക്ക് ആർമാദിക്കാം ഈ ഓണം. Okay. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇവിടെ അല്ല ഈ കൂട്ടത്തിലേക്കാണോ ആ കോട്ടൊക്കെ അഴിച്ച് മാറ്റിക്കെങ്കിൽ ഞാൻ ഇവിടെ പോവാം. ഏയ്!